ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിന്ന് അറബി മലയാളം അക്ഷരങ്ങൾ മനസ്സിലാക്കുന്ന വീഡിയോയിൽ ഇന്ന് നമ്മൾ പറയുന്നത് ഊ എന്ന അക്ഷരത്തിൻ്റെ 5 വേർഡ്സുകളാണ്. നമുക്ക് അറബി മലയാളത്തിൽ ഊണ് എന്ന് എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഊ ലൊമ്മയെ നീട്ടാൻ വാവ് നൽകുക. അപ്പോൾ അവിടെ നമ്മൾ കുറേ വേർഡ്സിൻ്റെ കൂടെ ഇപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ഊണ് എന്നത് മനസ്സിലാക്കാം. ഇനി അടുത്തതാ ഊമ അല്ലേ. ഒക്കെ അക്ഷരങ്ങൾ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഈ ഊ എന്നുള്ളതും മാ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് മറ്റു പദത്തിൻ്റെ കൂടെ ഊ എന്ന് വരുന്നതും പിന്നെ മാ വരുന്നതൊക്കെ ഇങ്ങനെ അക്ഷരങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കുക, എഴുതാനൊക്കെ എളുപ്പമാവും. ഇനി അടുത്തതാ ഊഞ്ഞാൽ ഞാൻ എഴുതിയത് മനസ്സിലാക്കുക. നമ്മൾ ജീമ് മദ്ദക്ഷരമായിട്ട് നീട്ടാൻ ഇടുന്ന രീതിയിൽ എഴുതുക. ജീമിന് എന്താണ് താഴെ ഒരു പുള്ളിയാണ് നമ്മൾ ഇടുക. അപ്പോൾ ഇവിടെ 3 പുള്ളി നൽകി. നമ്മൾ ച പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ 3 പുള്ളി നൽകുക. പിന്നെ മുകളിൽ ഒരു പുള്ളിയും നൽകുക. അപ്പോൾ എന്താവും? ഫതഹ കൂടി നൽകിയ ഞ, കസറ നൽകിയ ഞി, ലൊമ്മ നൽകിയ ഞു. ആ രീതിയിൽ മനസ്സിലാക്കുക. വേണ്ട നമുക്ക് ഞാ എന്ന് നീട്ടാൻ അലിഫുണ്ട്. അപ്പോൾ അതിന് അവിടെ ഫതഹ ഒരു കുഞ്ഞ് അലിഫായിട്ടാണ് തന്നത്, മനസ്സിലാക്കിയാൽ മതി. ഊഞ്ഞാൽ ഞാ നീട്ടാൻ വന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്, മനസ്സിലാക്കുക. പിന്നെ അടുത്തതാ ഊട്ടി ടാ കൂട്ടക്ഷരം വന്നു. അപ്പോൾ അവിടെ എന്തായത്? ടാക്ക് ഷദ് നൽകി അല്ലേ, കസറ നൽകി ടി, ഊട്ടി. ഇനിയോ ഊഴം റായിന് 3 പുള്ളി നൽകുക. നമ്മൾ കഴിഞ്ഞ വേർഡ്സിൻ്റെ കൂടെ ഡ എന്ന് 2 പുള്ളി നൽകുന്നത് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഴാക്ക് 3 പുള്ളിയാണ്. അപ്പോൾ അവിടെ ഫതഹ നൽകിയ ഴ, കസറ നൽകിയ ഈ, ലൊമ്മ നൽകിയ ഴു, മഴ എന്നൊക്കെ എഴുതുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാം. വേർഡ്സുകൾ മനസ്സിലാക്കി ഈ വീഡിയോൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുക. അടുത്ത അക്ഷരവുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകൾ ഞാനിവിടെ കന്നഡ ഭാഷയിലും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, എന്താ വെച്ചാൽ കൂടുതൽ പേരും കന്നഡ സ്റ്റേറ്റിലുള്ളവരാണ് അറബി മലയാളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്. അപ്പോൾ അവർക്ക് മനസ്സിലാവാനും കൂടിയാണ് കന്നഡയിൽ എഴുതിയത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.